പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ഒരിക്കൽ കൂടെ പ്രഘോഷിക്കാനായിട്ട് ദൈവം തന്ന ഒരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ദൈവത്തിന്റെ വചനത്തെ കേൾക്കാം. ദൈവം ഈ സമയത്ത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിപ്പാൻ ഇടയായി തീരട്ടെ, എനിക്കും അതുപോലെ. കാരണം ദൈവത്തിന്റെ വചനം ഇരുതല വാള് പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പറയുമ്പോൾ തന്നെ അതിന്റെ ബ്ലെസ്സിങ് നമുക്കും കിട്ടും. അത് കിട്ടാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു. അത് വെട്ട് കിട്ടുന്നതിലൂടെയാണത് അനുഗ്രഹമായി തീരുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും ഒരു സമർപ്പണത്തിലേക്ക് നമ്മളെ നയിക്കാൻ ഇടയായി തീരുകയാണെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ബാക്കിയുള്ളതൊക്കെയും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മാഞ്ഞു പോകും. ഞാനിന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ് പുറപ്പാട് പുസ്തകത്തിലേക്കും. അപ്പോൾ ആ കൊരിന്ത്യ ലേഖനത്തിലുള്ള വാക്യം നമുക്കൊന്ന് പങ്കുവയ്ക്കാം. 1 കൊരിന്ത്യൻസ് 1 അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. നാല് തൊട്ട് വായിക്കാൻ പോണേ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യും. അപ്പോ ഇവിടെ ദൈവത്തിന്റെ കൃപ വളരെയധികം നൽകപ്പെട്ട ഒരു സഭയാണ് കൊരിന്ത്യരിലെ സഭ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പറയുന്ന 5-ാം വാക്യം, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്ന പോലെ. അപ്പൊ ദൈവത്തിന്റെ കൃപ എന്താണ് അവരിൽ ചെയ്തത്? ടെസ്റ്റിമണി ഓഫ് ക്രൈസ്റ്റ് അവരിൽ കൺഫേം ആയി. അപ്പൊ നമുക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയാം. പക്ഷെ എത്ര വചനം ക്രിസ്തുവിനെ കുറിച്ചുള്ളത് നമ്മുടെ ഉള്ളിൽ കൺഫേം ആയി? ക്രിസ്തുവിനെ കുറിച്ചുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ക്രിസ്തുവിനെ സ്വഭാവത്തെ കുറിച്ചുള്ളതാണ്, ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ കുറിച്ച്. ഇപ്പൊ എനിക്കൊരു അയൽക്കാരനുണ്ട്, അദ്ദേഹത്തിന് ഞങ്ങളുടെ ഇവിടെ അങ്ങനെ അധികം അയൽക്കാരാണെങ്കിൽ അങ്ങനെ ഇടപെടുകയൊന്നുമില്ല, അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഉള്ളവരോട് അവര് ആരാണെന്ന് എനിക്ക് പേര് വഴി അറിയാം, എത്ര പ്രായമുണ്ടെന്ന് അറിയാം, ഏകദേശ പ്രായമൊക്കെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ അവർ ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും, അവരുടെ കളർ പറയാൻ പറ്റും, പേരും പറയാൻ പറ്റും. അതിലപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഹായ് പറയുന്നത് കൊണ്ട് ജസ്റ്റ് കുറച്ചും കൂടെ ഇത്രയൊക്കെ അറിയാൻ പറ്റി. അതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നും അറിയത്തില്ല അവരെ കുറിച്ച്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമുക്കും ഈ യേശു ക്രിസ്തു പുറമേ ഉള്ള ഒരു അറിവാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പുറമേ ഒരു അറിവ് നമ്മുടെ ലൈഫിലുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതേസമയം എനിക്ക് എൻ്റെ ചർച്ചിലുള്ള സഹോദരനെ കുറിച്ച് പറഞ്ഞാൽ ആ സഹോദരനെ കുറിച്ച് എനിക്ക് ചില സാക്ഷ്യങ്ങൾ പറയാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, പെട്ടെന്ന് ഇപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് വേറൊരു സഹോദരൻ എന്നെ വിളിക്കുക. അപ്പം ഞാൻ അങ്ങ് ദൂരെയാന്ന് വിചാരിക്കുക. അപ്പം ഞാൻ പറയും, അയ്യോ ബ്രദർ എനിക്ക് വരാൻ പറ്റില്ല, എന്നാൽ ഈ ബ്രദറിനെ വിളിച്ചേ, ആ ബ്രദർ എന്തായാലും വരും എന്ന് പറയാൻ എനിക്ക് പറ്റുന്നത് എന്തുകൊണ്ടാണ്? ആ ബ്രദറിനെ കുറിച്ചുള്ളൊരു സാക്ഷി എൻ്റെ ഹൃദയത്തിൽ ഉറപ്പായിട്ടുണ്ട്. ഇനി വേറൊരാളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു അപവാദം പറയുകയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ അപവാദം പറഞ്ഞ് ഞാൻ കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ആ ബ്രദർ പറയും, അയ്യോ ഇങ്ങനെ ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒന്നും കേട്ടില്ല, ഇത് ശരിയാണോ? അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ, എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള സാക്ഷി എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഞാൻ ഒപ്പം തന്നെ പറയും, അങ്ങനെ ഒരു കാര്യം ആ ബ്രദർ ചെയ്യത്തേയില്ല എന്ന് പറയും. അത് പിന്നെ നിങ്ങൾ കേട്ടതിൽ എന്താ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറിച്ച് ആ ബ്രദർ ചെയ്യില്ല. അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റിയത്? എനിക്ക് ക്രിസ്തുവിനെ, ആ വ്യക്തിയെക്കുറിച്ചുള്ള സാക്ഷ്യം എൻ്റെ ഉള്ളിൽ ഉറപ്പായിരിക്കുക. ഇതുപോലെ ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം എൻ്റെ ഉള്ളിൽ ഉറപ്പായിരിക്കണം എന്നുള്ളതാണ് ദൈവകൃപ കൊണ്ട് പൗലോസ് അർത്ഥമാക്കിയത്. സഹോദരന്മാരെ, നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള എത്ര സാക്ഷ്യങ്ങൾ നമ്മുടെ ലൈഫിൽ പറയാൻ പറ്റും? ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, പരീക്ഷാ സമയത്ത് നമുക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറം നമുക്ക് തരത്തില്ല എന്ന് കർത്താവിൻ്റെ വചനം ഉറപ്പിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ പലപ്പോഴും അറിയാതെ തന്നെ ഇത് കഠിനമാണ്, ഇത് കൂടുതലാണ്, ഇത്ര എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ്, അതിപ്പോൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും പിറുപിറുപ്പ് അതിൻ്റെ ഒരു ലക്ഷണമാണ്. നമ്മുടെ ഉള്ളിലുള്ള ചിലതിൻ്റെ ഒരു പ്രകടനമാണ് ഈ പിറുപിറുപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ദൈവം അപ്പം നമ്മൾ അങ്ങനെ പിറുപിറുക്കുന്ന വഴി നമ്മൾ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഇൻഡയറക്ട്ലി പറയുകയാണ് ദൈവം വിശ്വസ്തനല്ല, ദൈവത്തിന് എന്തോ ഒരു കണക്ക് കൂട്ടുന്നതിൽ തെറ്റുപറ്റിപ്പോയി, എൻ്റെ ബലഹീനത അളന്നു നോക്കിയാൽ തെറ്റിപ്പോയി, അതുകൊണ്ട് ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, അത് ദൈവത്തിന് എന്തോ കുഴപ്പം പറ്റിയ, ദൈവം വിശ്വസ്തനല്ല എന്നാണ് ഞാൻ ഇൻഡയറക്ട്ലി പറയുന്നത്. അപ്പം ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം എനിക്ക് ആ തലങ്ങളിൽ ഇല്ല.
പറയാനായിട്ട് എനിക്ക് ഇല്ല. അത് ദൈവം വിശ്വസ്തനാണെന്ന് പറയാനായിട്ടുള്ള ഒരു സാക്ഷ്യം എൻ്റെ ഉള്ളിലില്ല. അപ്പൊ പൗലോസ് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്ന പറഞ്ഞ കൺഫേം ആയിട്ടുണ്ട്. ഇപ്പൊ ദൈവം സ്നേഹം തന്നെയാണ്, അത് കൺഫേം ആയി. ദൈവം വിശ്വസ്തനാണ്, കൺഫേം ആണ്. ദൈവത്തിന്റെ സ്നേഹം മാറിപ്പോകുന്നില്ല, അത് കൺഫേംഡ് ആണ്. അപ്പൊ കൺഫേംഡ് ആണെങ്കിൽ ഉള്ള ലക്ഷണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏത് സമയത്തും ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങിച്ചെല്ലാനായിട്ട് പറ്റും. അതുപോലെ ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. അതിന് ഒരു കണ്ടീഷൻ ഒന്നും പറഞ്ഞില്ല. ആ ഒരു കണ്ടീഷനേ ഉള്ളൂ, ദൈവം പറഞ്ഞത് വിശ്വസിക്കണം എന്നുള്ളതുകൊണ്ട്. പിന്നെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലണം. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ലെന്നാണ്. ഞാൻ എൻ്റെ ഒറിജിനലിൽ 3 പ്രാവശ്യം ഉണ്ടെന്ന് പറയുന്നു. ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. അപ്പൊ ഇങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം നമ്മുടെ ഉള്ളിൽ ഉറപ്പായി. ഉറപ്പാകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് മറ്റേ ആ സഹോദരൻ അങ്ങനെ പറയത്തില്ല എന്ന് എങ്ങനെയാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റിയത്? കാരണം ഞാൻ ആ വ്യക്തിയുടെ കൂടെ നടക്കുന്നു, മനസ്സിലാക്കുന്നു, ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ള ആ ഒരു സംസർഗം വഴിയായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു ഇംപ്രഷൻ ലീവ് ചെയ്തിട്ടുണ്ട് ആ വ്യക്തി. ആ ഇംപ്രഷന്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ നമ്മൾ കർത്താവിന്റെ കൂടെ നടക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഇംപ്രഷൻ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ തരാൻ പറ്റുള്ളൂ. എങ്ങനെയുള്ള ഒരു കർത്താവാണ്, ഏതെല്ലാം കാര്യങ്ങൾ അവനെ വിശ്വസിക്കാം. എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ നമ്മൾ തിയറട്ടിക്കലി നമ്മൾ എഗ്രി ചെയ്യുന്നവരാണ്. പക്ഷേ പ്രായോഗികമായ തലങ്ങളിൽ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നമ്മളൊരു രോഗക്കിടക്കയിലായിരിക്കുന്ന ഒരാളെ ചെന്ന് കണ്ടിട്ട് കർത്താവ് നമ്മളെ ഒരിക്കലും ഒരു ദോഷത്തിലേക്ക് തള്ളിവിടത്തില്ല, ദോഷമായ കാര്യങ്ങളാൽ പരീക്ഷിക്കയില്ല എന്ന് ധൈര്യമായിട്ട് ഉറപ്പായിട്ടൊക്കെ നമ്മുടെ ഉള്ളിൽ പറയാൻ വരണമെങ്കിൽ ഈ സാക്ഷ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കൺഫേംഡ് ആവും. കൺഫേംഡ് ആകുന്ന സാക്ഷ്യത്തിന് മാത്രമേ വേറൊരു സാക്ഷിയെ എഴുന്നേൽപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഇവിടെ ഒരു സാക്ഷ്യം ഉറപ്പായി. പിന്നെ 6-ാം വാക്യം, അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നിരിക്കുന്നു. അപ്പൊ ദൈവകൃപ അവരുടെ ജീവിതത്തിൽ ചെയ്തൊരു കാര്യം, സകല വചനത്തിലും പരിജ്ഞാനത്തിലും. പരിജ്ഞാനവും വചനത്തിന്റെ ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അപ്ലൈഡ് നോളജ് ആണ്. ഒരു വചനം എങ്ങനെ പ്രായോഗികമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് അപ്ലൈ ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു അറിവാണ് എനിക്ക് പരിജ്ഞാനം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങൾ വചനപ്രകാരം അറിയാം, താഴണം എന്നറിയാം, പക്ഷെ എങ്ങനെയാ താഴണ്ടെന്ന് അറിയില്ല. അല്ലെങ്കിൽ ദൈവത്തിനെ ഒരിക്കലും ആൻഷ്യസ് ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആൻഷ്യസ് ആകാനായിട്ട് ഈ വചനത്തിന്റെ പ്രായോഗിക ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഉള്ള അതിനൊരു പരിജ്ഞാനമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായപ്പം ഒരു സഹോദരന്മാരിൽ തമ്മിൽ ഉണ്ടായതാണ്. അപ്പോൾ ആ ഒരു സഹോദരന് ചെയ്ത കാര്യത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് വേണ്ട വിധത്തിൽ ഫലം പുറപ്പെടുവിക്കാവുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വീർത്തുപോയി. വീർത്ത് മറ്റേ ബ്രദറിനോട് അദ്ദേഹത്തിന്റെ അതൃപ്തി അങ്ങ് കാണിച്ചതാണ്. അത് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അതങ്ങ് മുമ്പിൽ വന്നു. അപ്പം മറ്റു സഹോദരന്മാർക്കെല്ലാം അത് പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടായപ്പോഴത്തേക്കും ഈ അബദ്ധം കാണിച്ച സഹോദരൻ പറഞ്ഞ, സഹോദര എന്തിനാണ് ഇങ്ങനെ മുഖം കാണിക്കുന്നത്? ഏതായാലും നമുക്ക് അബദ്ധം പറ്റി. നമ്മൾ രണ്ടുപേരും ഇതിനകത്ത്, ഞാനാണ് അതിന്റെ മുഴുവൻ കുറ്റം ഏറ്റെടുക്കുന്നത്. നമുക്ക് എത്രയും വേഗത്തിൽ നമുക്ക് അല്ലെങ്കിൽ അത് പരിഹരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മുഖം ആകെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും കൂടെ അത് ഒരു ബാഡ് ടെസ്റ്റിമണി അല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ സഹോദരൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. സഹോദരൻ ഇച്ചിരി കഴിഞ്ഞപ്പം മനസ്സിലായി അത് ശരിയാന്ന്. അങ്ങനെ പിന്നെ അദ്ദേഹം അതിലേക്ക് മാറ്റം വന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കം, ആ സമയത്ത് അല്പസമയത്തേക്കാണെങ്കിലും അത് എല്ലാവർക്കും മനസ്സിലായി. ആ സമയത്തുണ്ടായിരുന്നവർക്കും മനസ്സിലായി. അപ്പൊ ഞാൻ ആ ബ്രദറിനോട് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ലൈഫിലും മിസ്റ്റേക്കുകൾ വരും. മിസ്റ്റേക്ക് വരാത്ത ആരുമില്ല. അപ്പം മിസ്റ്റേക്ക് ഇല്ലാത്ത ഒരവസ്ഥയല്ല ഈ ജ്ഞാനം എന്ന് പറയുന്നത്, വിസ്ഡം എന്ന് പറയുന്നത്. വിസ്ഡം ഈസ് നോട്ട് എൻ എ പ്ലേസ് വേർ വി ആർ ആബ്സെൻസ് ഓഫ് മിസ്റ്റേക്ക് അല്ലത്. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളും അയാളെ തെറ്റൊന്നും അല്ലെങ്കിൽ അബദ്ധമൊന്നും കാണിക്കാത്തതുകൊണ്ട് അയാളെ ജ്ഞാനി എന്നൊക്കെ എണ്ണും. പക്ഷെ അയാൾ ശരിക്കും ജ്ഞാനി അല്ലല്ലോ, കാരണം അയാളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ ആബ്സെൻസ് അല്ല പ്രധാനം, മിസ്റ്റേക്ക് വന്നില്ല എന്നുള്ളതല്ല പ്രധാനം. പിന്നെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ട് അതിനോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതൊരു ആന്തരിക ജ്ഞാനത്തിലും പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വൈസായിട്ട് അതിനോട് ഇടപെടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ദൈവം എന്തെങ്കിലും ആ കാര്യത്തിൽ പറയും, ഏതാണ് വലുത്, ഏതാണ് ഗൗരവമുള്ള കാര്യം എന്നൊക്കെ പറയും.
അപ്പൊ നമുക്ക് ആ ക്രൂശിന്റെ വഴി തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ സകല ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി കർത്താവ് യേശുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നു. നമ്മളിപ്പോ പാടിയ പാട്ടിലുണ്ട്, ഒരുക്കിയിരിക്കുന്നവരെ മണിയറയിൽ ചേർക്കാൻ വരുന്ന സമയം. അപ്പൊ അല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കുന്നവര് ആരാണ് ഈ ഒരുങ്ങിയിരിക്കുന്നവര്? അതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. കുറച്ച് തെറ്റുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതല്ല ഒരുങ്ങിയിരിക്കുന്നത്. മണവാട്ടി മണവാളന് വേണ്ടി ഹൃദയം കൊണ്ട് വളരെയധികം ആഗ്രഹിച്ച് ആ ഒരു നേരിൽ കാണാനുള്ള ആഗ്രഹത്താൽ വെമ്പൽ കൊള്ളുന്നൊരു ഹൃദയം ഉള്ളിലുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സമയം ഞാൻ ഒരു ഒരു ഗൾഫിൽ നിന്നൊക്കെ വരുന്നൊരു ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യ വീടും സ്ഥലവും എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടു, എല്ലാം അലങ്കരിച്ചു, സ്വീകരണ മുറിയൊക്കെ നല്ല റെഡിയാക്കി, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഹൃദയത്തിനകത്ത് ഒരു ചൂടും ഇല്ലെന്ന് വിചാരിച്ചു, ഒരു ഊഷ്മളത ഇല്ലെങ്കിൽ എന്താ കാര്യമുള്ളത്? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, വരികയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും പറയരുതെന്നാണ് മട്ടിലൊക്കെ ഇരിക്കുന്നത്. പക്ഷെ അകത്തൊരു തീയുണ്ടോ? ഉള്ളിലൊരു സ്നേഹത്തിന്റെ തീ മണവാളിനെ കാണാനായിട്ടുണ്ടോ ഇല്ലയോ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇവിടെ കാത്തിരിക്കുന്നു. ദൈവകൃപ നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന കാര്യം അതൊക്കെ. പിന്നെ 9-ാം വാക്യത്തിൽ തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഇവിടെ പറയുന്നത് ഈ കർത്താവിനോട് കൂടെ നടക്കാനായിട്ട്, ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ ഈ കർത്താവിനെ അവിശ്വസിക്കാറുണ്ട്, നമ്മളിലേക്ക് തിരിയാറുണ്ട്. നമ്മളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഒരു ബാഡ് റിമാർക്കൊക്കെ എഴുതിയിടാറുണ്ട്. അല്ലെന്ന് വെച്ചാൽ ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പം അതോ കർത്താവ് വിശ്വസ്തനാണ്, കാര്യം എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ വിശ്വസ്തനാണ്. ഈ അബ്രഹാം, ഞാൻ പലപ്പോഴും വെല്ലുവിളിക്കപ്പെട്ടിട്ടുണ്ട്. അബ്രഹാമിന് ദൈവം ചാർച്ചക്കാരെ എല്ലാം വിട്ട് കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ പോകാൻ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു കൂടുതൽ വിവരങ്ങളൊന്നും പറയുന്നില്ല. ആകെ അവന് തുരുപ്പായിട്ട് കയ്യിലുള്ളത് ദൈവം വിശ്വസ്തൻ, വാക്ക് മാറാത്തൻ. അതിലപ്പുറത്തേക്ക് വേറെ ഒന്നും പുള്ളിക്ക് അറിയത്തില്ല, വേറെ പരിജ്ഞാനങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ പക്ഷെ ഇറങ്ങിയ വഴി പോകുന്ന വഴിയൊന്നും സുഗമമായിരുന്നില്ല. പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രതികൂലങ്ങളുണ്ടായിരുന്നു. ഒരു പ്രത്യേക സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, ഞാൻ ഇനി ഒരടി പോലും ഇല്ല, നിന്നെ പോലെ വട്ട് കാണിക്കാനില്ല. കാരണം എവിടെയാ പോകുന്നറിയില്ല, എങ്ങോട്ടാ പോകുന്നറിയില്ല, എന്നാ അവിടെ എത്തുക എന്നറിയില്ല. ഓരോ സ്ഥലത്ത് കൂടാരം അടിക്കുന്നു, കുറെ അവിടെ താമസിക്കുന്നു, പിന്നെ ഇങ്ങനെ മാറിപ്പോകുന്നു. ആരോ പറഞ്ഞു എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. ഏതായാലും ഹാരാനില് ഒന്ന് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നു. ദൈവശബ്ദവും ഏകദേശം നിലച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് ഹാരാനിൽ വെച്ചിട്ട് അബ്രഹാമിന്റെ പിതാവായ തേരഹ് മരിച്ചു. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി, പിന്നെ അവിടുന്ന് മുന്നോട്ട് യാത്ര ചെയ്യാനായിട്ട് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ ഈ തേരഹ് ആയിരിക്കുന്ന ചിന്തകളൊക്കെ നമ്മുടെ ലൈഫിൽ ഒത്തിരി കാണും. അത് ഒരു വിരാമം ഇട്ടെങ്കിൽ മാത്രമേ, അതിനൊരു മരണം വന്നെങ്കിലേ ദൈവത്തിന്റെ ഇടപെടലുകൾ പിന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞ ദൈവം വിശ്വസ്തനായി. ഇക്കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മറ്റൊരു ചിന്ത നമ്മളെ ഭരിക്കുന്നെങ്കിൽ അതിനൊരു മരണം ഇട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ അവിടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ. അത് ചില സഹോദരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അത് കഴിഞ്ഞ് പൗലോസ് 18-ാം വാക്യത്തിൽ പറയാണ്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാകുന്നു എന്ന് വെച്ചാൽ അർത്ഥം, ക്രൂശിന്റെ വചനം എന്ന് പറഞ്ഞാൽ എൻ്റെ സെൽഫിനെ ഡീൽ ചെയ്യുന്നതാണ് ഈ വചനങ്ങളെല്ലാം. അപ്പോ രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഒരുവനോട് ക്ഷമിപ്പീൻ, കീഴ്പ്പെട്ടിരിപ്പീൻ, താഴുവിൻ, ക്രിസ്തുവിന്റെ മനോഭാവം ഉണ്ടായിരിക്കട്ടെ, ഇങ്ങനെയുള്ള ഓരോ വാക്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്കൊരു ഭോഷത്വം പോലെ. അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ ശരിയാവുമോ? ഇങ്ങനെ പോയാൽ തലേ കയറിയാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന റെസ്പെക്റ്റുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മളെ അങ്ങ് ഭരിക്കും. അപ്പൊ ഇതൊരു ഭോഷത്വം പോലെ. ഇങ്ങനെയുള്ള വചനം ദൈവാത്മാവൻ നമ്മളോട് പറഞ്ഞാൽ പോലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ എടുക്കാനായിട്ട് കഴിയാതെ പോകും. അപ്പൊ അതെന്തുകൊണ്ടാണ് വരുന്നത്? നശിച്ചു പോകുന്നവർക്കാണ് അങ്ങനെയാകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ജീവനെ പ്രാപിപ്പാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുക. പക്ഷെ നമ്മളോ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല,
വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്ര ആയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ അതിന്റെ വിക്ടറിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതിന്റെ അതിന്റെ ശരിക്കുള്ള ജീവന്റെ തലത്തിലുള്ള റിയാക്ഷനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ തന്നെ താഴോട്ട് വരുമ്പോൾ 21 വാക്യത്തിലൊക്കെ പറയുകയാണ്, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായികൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ദോഷത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എന്ന് വെച്ചാൽ അർത്ഥം വളരെ ബുദ്ധിയിലൂടെയൊക്കെ കൃത്യമായി വിവരിച്ച് പ്രൂഫൊക്കെ കൊടുത്ത് തെളിയിച്ച് എല്ലാം പറഞ്ഞാലും വിശ്വാസം എന്ന് പറഞ്ഞ സാധനം അകത്ത് കയറത്തില്ല. അപ്പം അല്ലെങ്കിൽ അത് അങ്ങനെ തെളിയിച്ചിട്ടല്ല ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. മറിച്ചോ ഈ സുവിശേഷം സിമ്പിളായിട്ട് അങ്ങ് പറയുമ്പോൾ ഒരുക്കപ്പെട്ട ഹൃദയങ്ങൾ വിശ്വസിക്കുമല്ലോ. ആ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ഇത് ദൈവശക്തിയായിട്ട് തീരുന്നു. നമ്മളും എല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസമായി പരിണമിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ജീവരക്ഷയായി തീരുന്നത്. അത് കഴിഞ്ഞ് പൗലോസ് പറയുകയാണ്, ഞങ്ങളോ യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. അതായത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് യഹൂദന്മാർ പറയും ഒരടയാളം കാണിച്ചു എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാൻ പറയും. യേശുവിനോടും അങ്ങനെ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അന്നേരം പറഞ്ഞ ഇനി വേറെ ഒന്നും കിട്ടത്തില്ല. യോന മത്സ്യത്തിന്റെ വായിലായിരുന്നതുപോലെ മനുഷ്യപുത്രം 3 ദിവസം ഭൂമിക്കടിയിലായിരിക്കും. അങ്ങനെ വേറെ അടയാളം ഒന്നും നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോണില്ല എന്നാണ്. അതുപോലെ യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. 23 വാക്യത്തിൽ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അർത്ഥം ബലഹീനമാക്കപ്പെട്ട ഒരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, പരാജിതനായ ഒരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ലോകത്തിന് മുമ്പിൽ ബലഹീനനാക്കപ്പെട്ട ഒരു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നു. 24 വാക്യത്തിൽ യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവും. യഹൂദന്മാർക്ക് ഇത് ഒട്ടും മനസ്സിലാകുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ വലിയ ശക്തിയൊക്കെ ദൈവം നടത്തി, അത്ഭുതങ്ങൾ നടത്തി, ശത്രുക്കളെ കീഴടക്കി, എതിർ സൈന്യത്തെയൊക്കെ നിഷ്പ്രയാസം കീഴടക്കി, അങ്ങനെയൊക്കെ പോയി ഇസ്രായേൽ എപ്പോഴും അതിന്റെ ഗാംഭീര്യത്തിൽ ദൈവത്തോട് നടന്ന രാജാക്കന്മാരുള്ളപ്പോൾ ഒക്കെ അവര് ഭൂമിയിലെ ഇന്നത്തെ അമേരിക്കയൊക്കെ പോലെ റഷ്യ പോലെയൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അതുകൊണ്ട് ഇതിന് വ്യത്യസ്തമായൊരു വഴി ആയതുകൊണ്ട് അവർക്കിത് ഇടർച്ചയാണ്. പിന്നെ ജാതികൾക്കാണല്ലോ ഇത് വല്ലതും പോഷത്വം, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ജീവിക്കാൻ പറ്റുമെന്നുള്ളതില്ല, അവരപ്പോഴേ തള്ളിക്കളയുന്നു. എങ്കിലും വിളിക്കപ്പെട്ട ഏവർക്കും, ആ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ്, വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറയാം. 25 വാക്യത്തിൽ ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ എത്ര വയസ്സായിട്ട് ചെയ്ത ഒരു കാര്യം പോലും ദൈവത്തിന് ഭോഷത്വമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ അടുത്തുപോലും എത്തത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഒരാള് നമ്മൾ പിള്ളേർക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൊടുത്തെന്ന് വിചാരിച്ചോ, അപ്പൊ അവര് ശരിയായിട്ട് അത് ചെയ്യത്തില്ല, അവർക്ക് അതിനുള്ള ജ്ഞാനമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭോഷത്വമായിട്ട് വേറൊരാൾ വളരെ പെർഫെക്റ്റ് ആയിട്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പെർഫെക്റ്റ് ആയി ചെയ്ത ഒരാളെക്കാളും ഈ കൊച്ചു ഭോഷത്വത്തിൽ ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും നല്ലതെങ്കിലോ. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, എൻ്റെ ഏറ്റവും വലിയ ജ്ഞാനത്തോടെ ഞാൻ ചെയ്ത കാര്യത്തെക്കാളും നന്നായിരിക്കുന്നു. അവനാണെങ്കിൽ ശരിക്കും അറിയത്തില്ല, എന്നാലും അവൻ അത് ചെയ്തപ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പറയും. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ എത്ര ജ്ഞാനത്തോടെ ചെയ്താൽ പോലും ദൈവത്തിനൊരു അബദ്ധം പറ്റിയാൽ അതായിരിക്കും അതിനേക്കാൾ മെച്ചമായിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ് പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ഈ പറഞ്ഞു വന്നതിന്റെ എല്ലാം ചുരുക്കം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവത്തിന്റെ ഭോഷത്വമായിട്ടുള്ള ക്രിസ്തു, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് തന്നെ ഒരു ഭോഷത്വമായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും. ക്രിസ്തുവിന് ചിലർ പറയാറുണ്ട്, ഞാൻ കൂടുതൽ അറിയാനൊന്നും വരുന്നില്ല പറയും, ഇങ്ങനെയൊന്നും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ പറയാറുള്ളപ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്. അപ്പൊ അതെന്താ കാര്യം എന്ന് വെച്ചാൽ അവർക്കിതൊരു ഭോഷത്വമായിട്ടാണ് തോന്നുന്നത്. ക്രിസ്തുവിലുള്ള എല്ലാ വഴിയും അവർക്ക് ഭോഷത്വമാണ്. എന്നാൽ വിളിക്കപ്പെട്ടവർക്കോ അത് ജ്ഞാനവും വീണ്ടെടുപ്പും വിവേകവും പരിജ്ഞാനവും സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ജീവന്റെ സമൃദ്ധിയും, വാക്കുകളില്ല അത് പറയാനായിട്ട്. കാരണം അതുപോലെയുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ലൈഫിലേക്കാണ്
ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ആന്തരിക പരിജ്ഞാനം പരിശുദ്ധാത്മാവ് നിരന്തരമായിട്ട് നമ്മുടെ ലൈഫിൽ തരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു ആന്തരിക പരിജ്ഞാനത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഞാൻ ജോലി സ്ഥലത്ത് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഒരു പുതിയ നേഴ്സ് വന്നിട്ടുണ്ട്. മെയിൽ നേഴ്സാണ് അദ്ദേഹം, മലയാളിയും കൂടെയാണ്. അപ്പം മലയാളികളെ കുറിച്ച് ജനറലി പറയാറുള്ള മൂന്ന് മലയാളികൾ ഒരു സ്ഥാപനത്തിലുണ്ടെങ്കിൽ 2 യൂണിയൻ ഉണ്ടാക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം എന്തായാലും ഈ ആള് നമ്മൾ മലയാളിയൊക്കെ ആണെങ്കിലും ചിലപ്പം മേ ബി പുള്ളി ജൂനിയർ ആയതുകൊണ്ടുള്ള ഫീലിംഗ് എന്നായിരിക്കാം എപ്പോഴും പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ സ്ട്രിക്ട്നെസ് കാണിക്കാറുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും അത് നോട്ട് ചെയ്തിട്ടുണ്ട്, എന്നോടും ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വർക്കുണ്ടായിരുന്നു. അപ്പം ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ പലപ്പോഴും ഇറിറ്റേഷനൊക്കെ എനിക്കും വരാറുണ്ട്. ഞാനങ്ങനെ പൂർണ്ണമായി ജയം പ്രാപിച്ചിട്ടില്ല, എങ്കിലും ദൈവം പലപ്പോഴും സഹായിക്കാറുണ്ട് നല്ലൊരളവിൽ തന്നെ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക്, ഞങ്ങൾ വേറെ ഒരു ലോങ് ടൈം കെയർ ഇതിൻ്റെ അവിടെ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് ഞങ്ങളെ വിട്ടു ഡയാലിസ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി, എല്ലാമായി. അപ്പോൾ എൻ്റെ കൈക്ക് ഒരു വേദന ഉണ്ടായിരുന്നുകൊണ്ട് ഒരു മാസത്തോളം ലീവായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ജോലി തുടങ്ങിയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇതിനു മുമ്പും പുള്ളി ചിലപ്പോൾ എപ്പോഴാണ് പോയത്, ഏത് സമയം ഇറങ്ങി, ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു അകൽച്ചയുണ്ട് ഹൃദയത്തിൽ. ഒരു ഫ്രിക്ഷൻ, അകൽച്ച എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വിമിഷ്ടം. അപ്പോൾ ഏതായാലും ആട്ടെ, ഇങ്ങനെ ദൈവം തന്നാണല്ലോ ഇയാളെ അദ്ദേഹത്തിനാണല്ലോ നമുക്ക് കൊടുത്തു തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്നെ രാവിലെ 6 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ലേറ്റായി, ഞാൻ വരുവുള്ളൊരു എന്ന് പറഞ്ഞു. അപ്പം ജയമം തുടങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെയൊക്കെ തുടങ്ങാനായിട്ട് എൻ്റെ മെഷീനിലെടുത്ത് ഞങ്ങൾ 3-ാം നിലയിലേക്ക് പോയി അവിടെ ഫിറ്റ് എല്ലാം ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നൽ, ഇത് നന്മ ചെയ്യാനുള്ള ഒരു അവസരമാണല്ലോ. അപ്പം അപ്പോൾ എൻ്റെ കൈക്ക് വേദന ഉള്ളതുകൊണ്ട് എന്നോട് സൂപ്പർവൈസർ പറഞ്ഞ് ആൾ നിന്നെ ഹെൽപ്പ് ചെയ്യും, ഉണങ്ങി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയോട് പറഞ്ഞാൽ മതി, മെഷീനൊക്കെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു സാരമില്ല, എനിക്ക് കുഴപ്പമില്ല, ഒരു കൈ കൊണ്ട് എനിക്ക് കുന്താനേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താഴെ പോയി 2 വലിയ മെഷീൻ ഉണ്ട്, അത് രണ്ടും എടുത്തു കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ റൂമിലൊക്കെ ഫിറ്റ് ചെയ്തെല്ലാമായി. ഞങ്ങൾ ഡയാലിസിസ് ഒക്കെ തുടങ്ങി. അങ്ങനെ എൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ അരമണിക്കൂറിനും നമുക്ക് വൈറ്റൽസ് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് എൻഡ് ചെയ്യുമ്പോഴും എടുക്കണം. അങ്ങനെ 3 മണിയുടേത് 3:03 എൻഡ് ചെയ്തത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ 3 മണിയുടെ BP തന്നെ ഈ 3:03 ഇട്ട്, അത് കഴിഞ്ഞ് ഇതെല്ലാം എൻഡ് ചെയ്ത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് ഒരെണ്ണം കൂടെ എടുക്കണം. ഇതിനിടയ്ക്ക് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകണല്ലോ. അപ്പം ഞാൻ ആ 3:03 അങ്ങ് എടുത്ത് ഇട്ടു. അപ്പോൾ ഇത് പേപ്പറെല്ലാം നോക്കി കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് 3 മണി ഇടാഞ്ഞെന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ചു ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ മറുപടി പറഞ്ഞു, അത് ഈ 3 കൊണ്ട് ഒന്നും വ്യത്യാസം വരുന്നില്ല, അപ്പം ഞാൻ അത് തന്നെയാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ അങ്ങനെ ചെയ്താൽ മതി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ 8 വർഷമായിട്ട് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. ഈ ഹോസ്പിറ്റലിലെ സൂപ്പർവൈസേഴ്സും മാനേജേഴ്സും ആയിട്ടുള്ളവരുടെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നവരല്ല, ഞാനിങ്ങനെ ചെയ്യാറില്ല, അപ്പോൾ ആരും ചോദിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും വേണ്ടിയില്ല. അപ്പം ഞാനിതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചോദ്യം വന്നു, നീ അങ്ങനെ പറയാതെ ഞാൻ ഇങ്ങനെയാ ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ എടുത്ത് 3:03 എഴുതി വെക്കാം എന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. ഒരു ആത്മാവിലൊരു തോന്നൽ തോന്നി. അപ്പോൾ എനിക്ക് തോന്നി അതായിരുന്നു ജ്ഞാനം. പക്ഷെ ഞാൻ എന്താണെന്നറിയാമോ, എൻ്റെ സീനിയോറിറ്റിയും ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് തെളിയിക്കാനുള്ള ഒരു പ്രതികരണമാണ് എന്നിൽ നിന്നുണ്ടായത്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, നമ്മൾ ആത്മാവിൻ്റെ ദൈവത്തിൻ്റെ സ്വരത്തെ കേട്ട് പോവുകയാണെങ്കിൽ ഒരു വിഷമകരമായിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഉള്ള ഒരു സിറ്റുവേഷനെ കുറെ കൂടെ സ്മൂത്ത് ആക്കി തീർക്കാനുള്ള ഒരു റിയാക്ഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുവിക്കാനായിട്ടുള്ള ഒരു ജ്ഞാനം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പറഞ്ഞു തരും. അപ്പം ഞാൻ ഇത്രയും അത് വിവരിച്ച് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ രാവിലെ ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു റൂളും ഇല്ല, അവനവൻ്റെ മെഷീൻ മാത്രം എടുത്താൽ മതി. അപ്പം നമ്മൾ അങ്ങനെ എക്സ്ട്രാ ചെയ്തു. അത് കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ഉള്ളിൽ പ്രതികരണം വന്നു. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആത്മാവ് എൻ്റെ ഉള്ളിൽ ബുദ്ധി ഉദ്ദേശിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ശരിയാ, അതായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, കർത്താവ് ഇനി ഒരു സന്ദർഭം കിട്ടിയാൽ അങ്ങനെ ചെയ്യണം. പെട്ടെന്ന് ചാടിക്കയറി ആൻസർ ചെയ്യാതെയും എന്തോ ഒന്നിനെ തെളിയിക്കാനും എൻ്റെ ഉള്ളിലെ റെസിസ്റ്റൻസിനെ ഞാൻ കണ്ടു. അപ്പോൾ കർത്താവ് പറഞ്ഞ താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കും. അപ്പം നമുക്ക് എവിടെയൊക്കെ താഴാനായിട്ടൊരു അവസരം കിട്ടുന്നോ അങ്ങനെയുള്ളവരാ ശരിക്കും പറഞ്ഞാൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നത്. കാരണം കർത്താവ് താഴ്മയുടെ വഴിയാണല്ലോ തിരഞ്ഞെടുത്തത്. അപ്പോൾ അവൻ്റെ വഴിയിൽ
അവനെ ഇഷ്ടപ്പെടുന്നവർ അവന്റെ വഴിയിലൂടെ പോകാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, സീട്ട് വലിക്കുന്ന ഒരാൾ സീട്ട് വലിക്കാത്ത ഒരാളായിട്ട് കൂട്ടുകൂടത്തില്ല. ലോകപ്രകാരം ഞാൻ പറയുന്നത്, കാരണം അവന് ആ മണമേ ഇഷ്ടമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സെയിം ടേസ്റ്റും അങ്ങനെയുള്ള അതേ ഒരേ അഭിപ്രായം കാഴ്ചപ്പാടൊക്കെ ഉണ്ടെങ്കിലേ ഒരുമിച്ച് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതേ കാഴ്ചപ്പാടും മനോഭാവം തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ക്രിസ്തുവിന്റെ കൂടെ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ലേ കർത്താവ് വരുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആ, അതിലേക്ക് നമുക്കൊന്ന് അത് കഴിഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പുറപ്പാട് പുസ്തകം ഈ പുറപ്പാട് പുസ്തകത്തില് 34 അധ്യായത്തില് മോശ കർത്താവായ യേശു സോറി കർത്താവ് യേശു ക്രിസ്തുവാണ് അവനോട് അനുഗമിച്ചത്. ആ പാറയിൽ നല്ല ഒരു കുടിച്ചെന്ന് പറയുന്നുണ്ട്. എങ്കിലും യഹോവയുടെ ഗ്ലോറി കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. മിറക്കിളൊന്നും കണ്ടാൽ പോരാ, അത് 10 കണ്ടു. അതുപോലെ സ്വന്തം കൈകൊണ്ടാണത് നടക്കാനായിട്ട് ദൈവം അനുവദിച്ചത്. മോശയാണല്ലോ തിരഞ്ഞെടുത്ത് അവന്റെ വടിയിലൂടെ എല്ലാം അവനിലൂടെ ആ അത്ഭുതങ്ങൾ 10 ചെയ്തെങ്കിലും അത് അതിലൊക്കെ അപ്പുറമായിട്ട് എന്തോ ഒന്ന് ദൈവത്തെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിച്ചു. അതായത് ദൈവത്തിന്റെ ശക്തിയും മാഹാത്മ്യവും അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞു. ദൈവത്തിന്റെ പേരും അറിഞ്ഞു, നേരിട്ട് വന്ന് അതും പറഞ്ഞു. ഇതിനെല്ലാം അപ്പുറമായിട്ട് എന്തോ ഒന്ന് എനിക്ക് മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള തോന്നല് ഈ മോശയുടെ ഹൃദയത്തെ അങ്ങനെ പിടിച്ച് കുലുക്കാൻ തുടങ്ങി. അപ്പം മോശയ്ക്ക് മരുഭൂമിയിൽ വെച്ചിട്ട് മോശ പറയുകയാണ്, അത് 33 പറയുന്നത്. 33:13 പറയുകയാണ്, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. അപ്പൊ കൃപയുണ്ടെന്നുള്ള വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തെ കൂടുതൽ അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അവരിൽ ദൈവകൃപ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിന്റെ റിസൾട്ടായിട്ട് അവർക്ക് ദൈവത്തെ അറിയാനായിട്ട് അവരുടെ സകല പരിജ്ഞാനത്തിലൊക്കെ അവർ വളർന്നു വന്നു. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഈ മോശ പറയുകയാണ്, എന്നോട് കൃപ തോന്നിയെങ്കിൽ, എന്നോട് കടാക്ഷം തോന്നിയെങ്കിൽ, എനിക്ക് അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ അത് അങ്ങയെ അറിയുവാനിടയായി തീരട്ടെ. എന്നിട്ട് ചോദിച്ചത് സാന്നിധ്യം എനിക്ക് തരണം എന്ന് പറഞ്ഞു, സ്വസ്ഥത വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞ് 18 വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം. ആ 17 വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും, നിനക്ക് എന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു എന്നരുളിച്ചിരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ മോശ പറഞ്ഞു, എന്നോട് അങ്ങനെ കൃപ തോന്നിയോ? അങ്ങനെയാണെങ്കിൽ നിന്റെ തേജസ് എനിക്കൊന്ന് കാണിച്ചു തരണം. എൻ്റെ ഹൃദയത്തിൽ കുറേ ആയിട്ടുള്ളൊരു ആഗ്രഹമാണ്. എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ആഗ്രഹമാണ് അങ്ങയുടെ തേജസ് എനിക്കൊന്ന് കാണിച്ചു തരണമേ. അങ്ങനെ ആ കൃപ, അപ്പൊ അത് കണ്ടാല് ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ അതിന്റെ തൊട്ട് അടുത്തുള്ള വാക്യം 20 വാക്യം, നിനക്ക് എൻ്റെ മുഖം കാണാൻ കഴിയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്ന് പറഞ്ഞു. ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല. ആ രണ്ടാമത്തെ ലാസ്റ്റ് പാർട്ടാണ് 20. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ, എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, ഈ പാറമേൽ നീ നിൽക്കണം, എൻ്റെ തേജസ് കടന്നുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോവുകയോളം എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും, നീ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാവതല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ 22, എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. ദൈവത്തിന്റെ തേജസ്സിന്റെ ഒരു ഒരു ദർശനം എനിക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ എന്നെ ഒരു പാറയുടെ പിളർപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ നേരത്തെ അന്നേരം ജോലി ചെയ്ത ആ മനുഷ്യനോടുള്ള ബന്ധത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു 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 വിഷമസന്ധിയിലേക്ക് തള്ളിയിട്ടു. ഒന്ന് ഞാൻ വേണമെങ്കിൽ എനിക്ക് ചിന്തിക്കാം, ഞാൻ രാവിലെ ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ട് ആ മനുഷ്യൻ വന്നപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് റെഡി ആയിട്ട് പുള്ളിക്ക് അത്ര അരമണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അല്ലെ വൈകിയത് അറിയത്തില്ല. ആ രീതിയിൽ അത് വരാത്ത രീതിയിൽ കൂടെ ഞാനത് സെറ്റ് ചെയ്ത് ജസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അത്രയും ഈസി ആക്കി കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചല്ലോ എന്ന് വേണേൽ എനിക്ക് ചിന്തിച്ച് വേണേൽ പ്രതികരിക്കാം. അപ്പൊ പാറയുടെ പളർപ്പിൽ ഞാൻ ആയിക്കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ദൈവത്തിന്റെ മഹത്വം കാണുക എന്നുള്ളതാണ് ദൈവം പ്രതീക്ഷിച്ചത്. അപ്പൊ അവിടെ ഞാൻ തെറ്റായിട്ട് പ്രതികരിച്ചാൽ
ആ പിളർപ്പിന്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരു നഷ്ട കച്ചവടമായി മാറും. അപ്പോ ഇനി എന്താണ് ഈ പിളർപ്പിന്റെ നടുവിൽ വെച്ചിട്ട് ദൈവം എന്താണ് ഈ തേജസ് കാണിച്ചു കൊടുത്തത് എന്നുള്ളതാണ് 34:6 പറയുന്നത്. യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ. അപ്പം ആയിരത്തിന് ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ ഈ തന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടിലാണ് വാസ്തവത്തിൽ ഈ തേജസ് എന്ന് പറയുന്നത്. ആ തേജസ് കാണിച്ചു കൊടുത്തു പറയുമ്പോൾ അവിടെ ഭയങ്കര ഇടിമുഴക്കമോ ഗംഭീരമായ നാദങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. അവിടെ ഉണ്ടായത് എന്താ? തന്നെക്കുറിച്ചുള്ള റെവലേഷനാണ് ഈ മോശയ്ക്ക് അവിടെ കൊടുക്കുന്നത്. അതെന്താണത്? ദൈവം കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ, ആയിരത്തിന് ദയപാലിക്കുന്നവൻ, അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ, അതുകൂടാതെ നീതി നടപ്പാക്കുന്നതെന്ന് വെച്ചാൽ കുറ്റം ചെയ്യുന്നതുണ്ട്. നമ്മൾ ഇതിൽ പ്രധാനമായിട്ടുള്ളത് എങ്ങനെയുള്ള ഒരു ദൈവമാണ് എൻ്റെ ദൈവം എന്നുള്ളതാണ്, അന്ന് അറിയുന്നതാണ് അവൻ്റെ തേജസ്സിനെ നമ്മൾ കാണുക എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ തേജസ്സിനെ കണ്ടിട്ടുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ, താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ ചില പിളർപ്പിന്റെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണ്? അവിടെയാണ് നമ്മൾ പലപ്പോഴും പാവത്തിന്മേൽ വിക്ടറി കാണാനായിട്ട് നമുക്ക് ദൈവസ്ഥന്റെ സ്വഭാവത്തിൽ ഓരോരുത്തരോട് പ്രതികരിക്കണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ ലൈഫിൽ നിന്ന് ഇത് വരുന്നില്ല. അപ്പൊ അതിന് കാരണം എന്താണ്? പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ തേജസ്സിനെ കാണാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു കാരണം പിളർപ്പിന്റെ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ തള്ളി വിടുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഒന്നുകിൽ മത്സരിക്കുന്നു, അല്ലെങ്കിൽ അവിടേക്ക് പോകാൻ വിസമ്മതിക്കുന്നു. ഈ മുട്ടാടിനെ പിടിച്ച് വലിക്കുമ്പോണ്ടല്ലോ, അതിങ്ങനെ മുമ്പോട്ട് നിന്ന് വലിച്ച് ഇങ്ങനെ ബലം പിടിച്ച് പുറകോട്ട് നിൽക്കുന്ന പോലെ ദൈവത്തിന്റെ വഴിയിലേക്ക് കീഴ്പ്പെടാനായിട്ട് തയ്യാറാകുന്നില്ല. അതൊരു വിധേയത്വം കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഒരു ഗ്ലോറി മിസ് ചെയ്യുന്നു, ഗ്ലോറി കാണാൻ പറ്റുന്നില്ല. ഇതിനകത്ത് നമുക്ക് ഗ്ലോറി കാണാതെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ എന്താ പറ്റുന്നതെന്ന് പറയാം. ആദ്യം കണ്ടാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ 8-ാം വാക്യത്തിൽ പറയാം, എന്നാലും മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്ന് വെച്ചാൽ ഒരു ഗ്ലോറി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് തന്നെ സാഷ്ടാംഗം വീണെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ ഒരു അടയാളം അത്. എനിക്കിനി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് സാഷ്ടാംഗം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം. അപ്പോൾ ഗ്ലോറി കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ശരിക്കും സറണ്ടർ നമ്മുടെ ലൈഫിൽ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു, ഐ സറണ്ടർ ടു യു ഓൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുന്നു, സർവവും യേശുനാഥനായി സമർപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പാടുമെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ കാര്യം പോലും അങ്ങനെ സമർപ്പിക്കണം എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് വന്നിട്ട് പോലുമില്ല. പക്ഷെ നമ്മളങ്ങ് പറയുകയാണ് സർവവും എന്നൊക്കെ പറഞ്ഞങ്ങ് പാടുകയാണ്. അപ്പോ ഇത് അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് മാറി സ്പെസിഫിക് ആയിട്ട് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റണമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണണം. മഹത്വം കണ്ട ഉടനെ തന്നെ മോശ ബന്ധപ്പെട്ട് വീണ് നമസ്കരിച്ചു. ഇനി കർത്താവെ നിനക്ക് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യം നടക്കണമേ. പുള്ളിക്ക് മനസ്സിലായി ഇത്രയും കരുണയും കൃപയും ദീർഘക്ഷമയുള്ള ദൈവമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഈ ദുശാഠ്യവും വഴക്കും ഒക്കെ ഉള്ള ദൈവമാണ്, വിശ്വസിക്കാത്തൊരു ജനമാണ് കൂടെ ഉള്ളതെങ്കിലും, പിറുപിറുക്കുന്ന ജനമാണ് കൂടെ ഉള്ളതെങ്കിലും ദൈവം നടക്കുമെന്നൊരു ബോധ്യമായി. രണ്ടാമത് പറയുന്നത് എന്താണ്? ഇത് ദുശാഠ്യമുള്ള ജനം തന്നെ, എങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ, നിന്റെ സ്വന്തമാക്കണേ. ഞാൻ വിചാരിച്ചു ഈ മോശ, സത്യം പറഞ്ഞാൽ മോശം പറയാണ്, മോശ അതുവരെ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിലായിരിക്കാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ടാണ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പൊ എന്താ പറ്റിയേ? അവരുടെ ഷൂവിലോട്ട് ഇറങ്ങി നിന്നു, അല്ലെങ്കിൽ അവരുടെ അതേ നിലവാരത്തിലേക്ക് ഇറങ്ങി നിന്നു. അവരിൽ ഒരുവനെ പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണേ. ഇത് ദുശാഠ്യമുള്ള ജനം തന്നെയാണ്. ഈ ജനം ദുശാഠ്യമുള്ളതാണ്, പക്ഷെ അവരോട് കരുണ തോന്നാനായിട്ടുള്ള ഒരു തേജസ്സാണല്ലോ അങ്ങിലുള്ളത്. അതുകൊണ്ട് ഞങ്ങളോട് ആ തേജസ്സിൽ വെളിപ്പെട്ട അങ്ങയുടെ സ്വഭാവപ്രകാരം ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ.
ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഈ പിറുപിറുത്ത ദുശാഠ്യം പറഞ്ഞ മോശയുടെ നേരെയും കല്ലെറിയാൻ എടുത്തിട്ടുള്ള ആ, അതേ ജനത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഹൃദയത്തിനകത്ത് ഭയങ്കര ഒരു ആർദ്രതയും കരുണയും സ്നേഹവും ആ, സഹിഷ്ണുതയും അവരുടെ എങ്ങനെയും ഏത് വിധേനയും രക്ഷിക്കപ്പെടണം എന്നുള്ള ആഗ്രഹവും അവന്റെ ഹൃദയത്തിലേക്ക് വന്നു. അതെങ്ങനെയാ വന്നത്? ദൈവത്തിന്റെ തേജസ്സിനെ കണ്ടിട്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ തേജസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവത്തിൽ വലിയ വ്യത്യാസം വരും. അവരുടെ ഏതെല്ലാം അകൃത്യം ഉണ്ടെങ്കിലും അതെല്ലാം ക്ഷമിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ റെഡിയാണ്. അവരോട് നമ്മുടെ ഇടപെടുന്നതിലും എല്ലാറ്റിലും പഴയ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കില്ല. കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ പൗലോസ് സ്നേഹത്തിന്റെ ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, സ്നേഹം ദയ കാണിക്കുന്നു. അതല്ല, ഒരു പ്രവൃത്തിയായിട്ടാണ് പറയുന്നത്. സ്നേഹം ദയ കാണിക്കുന്നു. ഒരു ഫീലിങ്ങിനേക്കാൾ അപ്പുറമായിട്ട് ദൈവം അവിടെ എഴുതിയിരിക്കുന്നത് സ്നേഹം ക്ഷമിക്കുന്നു, ദൈവം ദീർഘമായിട്ട് ദയ കാണിക്കുന്നു, ദൈവം പാപങ്ങളുടെ അല്ലെങ്കിൽ തെറ്റുകളുടെ റെക്കോർഡൊന്നും സൂക്ഷിച്ചു വെക്കുന്നില്ല. ദൈവമല്ല, സ്നേഹം, അപ്പം സ്നേഹം ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്നേഹത്തെയാണ് ദൈവം നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ ഗ്ലോറി നമ്മൾ കാണണം. അപ്പൊ ദൈവത്തിന്റെ ഗ്ലോറി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു ദർശനമാണ്. ആ ദർശനം കാണണമെങ്കിൽ ദൈവം നടത്തുന്ന വഴികൾ നമുക്ക് നന്നായി തിരിച്ചറിയണം. അങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിലാണ് ദൈവം ഇങ്ങനെ രൂപപ്പെടുത്താൻ ആഗ്രഹം. നമ്മൾ പാടിയതുപോലെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വരും. കാരണം അവന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഈ ദൈവത്തെ ഒന്ന് എനിക്ക് നേരിട്ട് കാണണം. അത്രമാത്രം ദീർഘക്ഷമയും കരുണയും മഹാദയും മനസ്സലിവും ദയെന്നല്ല പറഞ്ഞിരിക്കുന്നത്, മഹാദയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നാളും വറ്റിപ്പോകാത്തൊരു സ്നേഹം, ഒരു നാൾ ഉപേക്ഷിക്കല്, കൈവിടില്ലെന്ന് പറയുന്നു. ശ്വാസമുള്ളിടത്തോളം കാലം മടങ്ങി വന്നാൽ ഞാൻ നിന്നെ കൈക്കൊള്ളുമെന്ന് പറഞ്ഞൊരു ദൈവം. എൻ്റെ അടുത്തേക്ക് വരുന്നവനെ ഒരു നാൾ തള്ളിക്കളഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പൊ പിന്നെ തള്ളിക്കളഞ്ഞതുപോലെ അനുഭവപ്പെടുന്നത് നമ്മൾ ചെല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്ക് ഇപ്രകാരമുള്ള ഒരു തേജസ്സിന്റെ ഉൾക്കാഴ്ചയിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ. ഒരു ചെറിയ കൊച്ചു കാര്യം കൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ ദൈവത്തിന്റെ തേജസ് കാണിക്കണമെങ്കിൽ ദൈവത്തിന് നമ്മളെ ചില പിളർപ്പിന്റെ അനുഭവത്തിലൂടെ കൊണ്ടുപോയേ മതിയാവുള്ളൂ. അത് മാറി നിന്ന് നമുക്ക്, അതായത് ഒരു ഈസി ചെയറിൽ ഇരുന്ന് നമുക്ക് കിട്ടത്തില്ലത്. നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചും നമ്മുടെ പേരും പെരുമയും പ്രൊട്ടക്റ്റ് ചെയ്തും നമ്മളെക്കുറിച്ചുള്ള ധാരണകളുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്ന ചില ധാരണകൾ, അതൊക്കെ ആരെങ്കിലും തോണ്ടിയാൽ നമ്മുടെ ഉള്ളിലെ ആ സ്വയം അങ്ങ് ശക്തിയോടെ ഉണരും. അതിനെ സിംഹാസനത്തിൽ നിന്ന് തട്ടി മാറ്റി ക്രിസ്തുവിനെ അവിടെ സിംഹാസനത്തിലാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോകണമെങ്കിൽ പിളർപ്പിന്റെ അനുഭവങ്ങൾ ആവശ്യമാണ്. അപ്പൊ ഈ പിളർപ്പിന്റെ അനുഭവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെന്നതിനെയാണ് ഈ യാന്ത്രിക നടത്തിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറില്ല, എനിക്ക് പരിശുദ്ധാത്മാവിനാലുള്ള നടത്തിപ്പ് തരണേ, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവം തരണേ. ഇത് ഏതൊരു വിശ്വാസിയുടെയും ഹൃദയത്തിലെ ആഗ്രഹമാണ്. പക്ഷേ ആ ആന്തരിക നടപ്പ് എങ്ങനെയാണ് കിട്ടുന്നത്? ചിലർ അത് അടയാളങ്ങളിലൂടെ അന്വേഷിക്കുന്നു, ചിലർ പ്രത്യേക അനുഭൂതികളോട് അന്വേഷിക്കുന്നു. ചിലര്, കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ ഇങ്ങനെ ചോദിച്ചു, ബ്രദറെ, എങ്ങനെയാണ് എനിക്ക് വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ ദൈവഗത എങ്ങനെ കണ്ടെത്താമെന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് ആ സഹോദരനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഒരു ആന്തരിക നടപ്പ് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ തെറ്റാകാതെ ഉള്ളൊരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പം ഞാൻ എന്നിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു. സപ്പോസ് ഒരു ചർച്ചിൽ, എൻ്റെ ചർച്ചിൽ തന്നെ വിചാരിച്ചു, 2 പേരുണ്ട്. ഒരാള് IT ജോലി, അദ്ദേഹത്തിന് തിരക്കൊഴിഞ്ഞിട്ട് സമയമില്ല. പക്ഷെ ഈ തിരക്കുകളുടെ ഇടയിലും ദൈവമായിട്ട് എപ്പോഴും ഒരു ബന്ധത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവജനമൊക്കെ ഇടയ്ക്ക് ചർച്ചിൽ ഷെയർ ചെയ്യുമ്പം അതിലൊരു കണ്ടന്റ് ഉണ്ട്. അതൊരു അറിവിന്റെ വചനമല്ലത്, മറിച്ചൊരു ജീവന്റെ ഒരു സാച്ചുറേഷൻ അതിൽ കാണാറുണ്ട്. അത് പലർക്കും എഡിഫിക്കേഷൻ ആകാറുണ്ട്. അധികം ഒന്നും സംസാരിക്കില്ല, പക്ഷെ എന്നാലും അതിനകത്തുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണും അദ്ദേഹം എഴുന്നേൽക്കുകയാണെങ്കിൽ. വേറെ ഒരു സഹോദരനുണ്ട്, അദ്ദേഹത്തിന് വളരെ സമയമൊക്കെ ഉണ്ട്, ഫ്രീ ടൈം ഉള്ള ഒരു ജോലി അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ ഉള്ളതുകൊണ്ട് ധാരാളം സമയമുണ്ട്. ബാക്കി സമയങ്ങളൊക്കെ നന്നായി വചനം പഠിക്കുകയും ആധികാരികമായി പറയാനുള്ള പല അറിവുകളും അദ്ദേഹത്തിനുണ്ട്.
ഉപവസിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ രണ്ടുപേർക്കും ഒരേമാതിരി വിവാഹാലോചന വന്നു. അപ്പൊ രണ്ടുപേരോടും ആ, നമ്മൾ ആവശ്യപ്പെടുകയെന്ന് വിചാരിക്ക്, നിങ്ങൾ ഒരു മാസം പ്രാർത്ഥിച്ചിട്ട് ആ, മറുപടി പറയാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്ക്, കൺഫർമേഷൻ കിട്ടട്ടെ. അപ്പൊ രണ്ടുപേരും ഒരു മാസം പ്രാർത്ഥിച്ചു. അപ്പൊ ഒന്നാമത്തെ ആൾ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ എനിക്ക് സമയമൊന്നും കിട്ടിയില്ല, വളരെ തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നാലും ദൈവത്തോട് ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ വേർതിട്ട് ഇരിക്കാനോ ദൈവവചനമായിട്ട് ഇരിക്കാനോ അങ്ങനെ ഒന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല ആ, എന്ന് പറഞ്ഞു. മറ്റേ ആളോട് ചോദിച്ചു, അത് പക്ഷേ എനിക്ക് വിവാഹം ദൈവത്തിന്റെ ഹിതമാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ അറിവിൽ എനിക്ക് ഉള്ളത്, എൻ്റെ ബോധ്യം എന്ന് പറഞ്ഞു. മറ്റേ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഞാൻ ഇത് ഗൗരവമുള്ളതും ഇറിവേഴ്സിബിൾ ആയിരിക്കുന്ന ആ ഒരു ഡിസിഷൻ ആയതുകൊണ്ട് ഞാൻ ഒരാഴ്ച ലീവ് എടുത്തു. ഒരാഴ്ച ഞാൻ ദൈവസേനയിൽ ഉപവാസത്തിലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കും ഈ കാര്യം ദൈവഹിതമാണെന്ന് ഉറപ്പ് കിട്ടി. ഞാൻ ദൈവവചനമായിട്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ രണ്ടുപേരും പറഞ്ഞു, നമ്മൾ അവരുടെ ബോധ്യം ആയതുകൊണ്ട് നമ്മൾ അതിനെ ചലഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ സഹോദരൻ, ഈ സമയം കിട്ടാത്ത സഹോദരന്റെ ആയിരിക്കും ദൈവ നടത്തിപ്പ് തെറ്റിപ്പോകാത്തത്. കാരണം അയാൾ ഓൾറെഡി തന്നെ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന അനുഭവം ഉള്ളപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് പല കാര്യങ്ങളിൽ എടുക്കേണ്ട തീരുമാനങ്ങളിൽ ദൈവം സംസാരിച്ച് സംസാരിച്ച് അദ്ദേഹത്തെ ഒരു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീ ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ആ ഫ്രിക്ഷൻ കുറച്ചും കൂടെ ഇല്ലാതെ ആവുന്ന രീതിയിലേക്ക് പോകുന്ന രീതിയിലല്ലേ വരിക. അത് ശരിയായിരുന്നു. അപ്പൊ അതുപോലെ നമുക്കങ്ങനെ കേട്ടു പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യത വരികയില്ല. അതേസമയം നമ്മൾ പൊടുന്നനവേ അങ്ങനെ ഒരു ഇന്റേണൽ നടപ്പില്ലാത്ത ഒരാൾ പൊടുന്നനവേ ഓടി വന്നിട്ട്, ഓക്കെ എനിക്കൊരു മേജർ ഡിസിഷൻ എടുക്കണം കർത്താവെ, എല്ലാവരോടും പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു, പറ്റുന്നവർക്കെല്ലാം ഓരോ പ്രയർ ലെറ്റർ അയച്ചു, ഞാനും പോയി ഒരു ആഴ്ച ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചാൽ, അല്ല ഒരു ആഴ്ച നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ദൈവം കരുണ കാണിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ദൈവതായിരിക്കാം നടന്നത്. പക്ഷെ ഞാൻ അതിലേക്കല്ല പോകുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ അത് ദൈവത്തിന്റെ തന്നെ ഉറപ്പ് പറയാൻ പ്രയാസമായിരിക്കും. ചില സമയങ്ങളിൽ ആ വ്യക്തി ഒരുപക്ഷെ ഒട്ടും പരിചയമില്ലാത്ത, ദൈവത്തിന്റെ നടത്തിപ്പിനോട് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ ദൈവം ആ വ്യക്തിയെടുത്ത് വന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരാളെ ഞാൻ കല്യാണം കഴിക്കാനൊന്നും ഞാൻ തയ്യാറൊന്നുമില്ല, അതൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ദൈവത്തോട് പോലും തിരിച്ചു പറഞ്ഞു പോകുന്ന, അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമാകാൻ വഴിയില്ല എന്ന് പറയും. അങ്ങനെ ആയിരിക്കും നമ്മുടെ മനസ്സ് ആ രീതിയിലായിരിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ഒരു ആന്തരിക നടത്തി കർത്താവിന്റെ തേജസ്സിനെ കണ്ട് അതിനോടൊപ്പം നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കുന്ന ഒരു നടത്തിപ്പ് നമുക്കുണ്ടായിരിക്കണം. ഇനി ഈ ആന്തരിക നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ കഴിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് സാധ്യമാകുന്നത്, അങ്ങനെയുള്ളൊരു 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില ചിന്തകളാണ്. ഒന്ന്, ഏത് സാഹചര്യത്തിലും താഴ്മയുടെ വഴി സ്വീകരിക്കുക. എപ്പോഴും അതായത് താഴ്മയുടെ വഴി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ചെറുതാകാനുള്ള വഴി. ഇപ്പം നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോണ്ടല്ലോ, നമ്മുടെ അഭിപ്രായത്തോട് നമ്മുടെ ജീവിത പങ്കാളി യോജിക്കണം എന്നില്ല. അപ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ വരും. ആ ഫ്രിക്ഷനിൽ പെട്ടെന്ന് നമ്മൾ താഴുകയാണെങ്കിൽ, താഴ്ന്നു കൊടുക്കാൻ പറ്റുന്ന ഇപ്പൊ ചില കാര്യങ്ങളുണ്ടല്ലോ, വെറും ഇപ്പൊ ഇന്ന് മീൻ പിടിക്കണോ ഒരു താരം പറഞ്ഞാൽ ഇന്ന് മീൻ മേടിക്കണോ വേണ്ട എന്നൊരു ഒരു ഒരു തർക്കം. ഇന്നിപ്പം മേടിച്ചില്ലെങ്കിൽ ഞാൻ മേടിക്കണം എന്ന് പറഞ്ഞ് മറ്റേ ആൾ പറഞ്ഞു നമുക്ക് ഇന്ന് വേണ്ട, മറ്റന്നാൾ ഒരു പിന്നെ ഫാമിലി വരുന്നുണ്ടല്ലോ അന്നേരം മേടിക്കാം. അത് മാറ്റി വെച്ചത് കൊണ്ട് നമുക്കൊരു നഷ്ടവും വരുന്നില്ല. അങ്ങനെ വലിയ കുഴപ്പങ്ങൾ വരാത്ത എത്രയോ കാര്യങ്ങളിൽ നമുക്ക് താഴാനായിട്ട് പറ്റും. നമ്മൾ വിചാരിക്കുന്നത് വലിയ കാര്യങ്ങളിൽ താഴാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് നമുക്ക് അതും കിട്ടത്തില്ല, ഇതും നഷ്ടപ്പെടും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ താഴ്ന്നതാന്ന് പോവുകയാണെങ്കിൽ വലിയ കാര്യങ്ങളിൽ നമുക്ക് താഴ്ന്നത് ഒരു പ്രയാസമായിരിക്കില്ല. അതുമല്ല, നമ്മൾ അതിന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ തുടങ്ങിയവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ഏതൊരു സാഹചര്യത്തിലും താഴ്മയുടെ വഴി. ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ വഴി ഒരു നഷ്ടവും വരാൻ പോണില്ല. പക്ഷെ എനിക്ക് അന്നേരം ബുദ്ധിയില്ലായിരുന്നു കേട്ടോ, ബോധം പോകാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ ഇനി എനിക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ചെയ്യും. അപ്പൊ അത് അങ്ങനെ ഒരു താഴ്മയുടെ വഴിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് വളരാനായിട്ട് പറ്റും. രണ്ട്, അപ്പൊ അതിന് ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് എടുക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, പിന്നെ ജെയിംസിലും പത്രോസിലും പറയുന്നുണ്ട്, ദൈവസേനയിൽ താഴ്വൻ അവൻ നിങ്ങളെ ഉയർത്തും എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ താഴ്ത്തി കഴിഞ്ഞാൽ നമ്മളെ ഉയർത്തുക എന്നുള്ളത് ദൈവത്തിന്
ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ശ്രദ്ധിക്കണേ. നമ്മൾ താഴ്ത്തി കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഉയർത്തിയേ മതിയാവുള്ളൂ. അത് ദൈവത്തിന്റെ ഒരു 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 ലോയാ. ഒരു പന്ത് മേലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് താഴോട്ട് വരും എന്നുള്ള ഒരു നിയമമായിരിക്കുന്ന പോലെ, ഗ്രാവിറ്റേഷണൽ ലോയാ അത്. അതുപോലെ ദൈവത്തിന്റെ ഒരു നിയമമാണ്. ഏതൊരു വ്യക്തിയും തന്നെത്താൻ താഴ്ത്തിയാൽ അവൻ ഉയർത്തപ്പെടും. അതിന് തിരിച്ചും കറക്റ്റാണ്. ആരെങ്കിലും തന്നെത്താൻ ഉയർത്തുകയാണെങ്കിൽ അവൻ താഴ്ത്തപ്പെടുകയും ചെയ്യും. രണ്ടാമത്തത്, പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ നമ്മൾ പരിശീലിക്കുക എന്നുള്ളതാണ്. റോമാലേഖനം 8:14 പറയുന്നുണ്ട്, ദൈവാത്മാവ് നടത്തുന്നവരൊക്കെയും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഒരു നടത്തിപ്പ് എന്ന് പറയുന്നുണ്ട്. അത് നടത്തിപ്പ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള നടത്തിപ്പല്ലത്. അങ്ങനെ അന്വേഷിക്കുന്ന നമ്മളെല്ലാവരും അങ്ങനെ അന്വേഷിക്കുന്നവരാ. ദൈവം കരുണ കാണിച്ച് ചിലപ്പോൾ അത് നമുക്ക് 199 ചിലപ്പം ശരിയായ രീതിയിൽ തന്നെ നടത്തിയെന്നും ഇരിക്കാം. അതുകൊണ്ട് നമ്മൾ സംതൃപ്തരാകരുത്. അകത്ത് കർത്താവ് പോയൊരു വഴിയിലേക്ക് നമ്മളെ ദൃഷ്ടിയെ പായിപ്പിക്കുകയും അതിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു ആന്തരിക നടത്തിപ്പുണ്ട്. ആ നടത്തിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ നടത്തുന്നവരൊക്കെയും ദൈവത്തിന്റെ മക്കളാകുന്നു. റോമാലേഖനം 10:17 പറയുന്നുണ്ട്, വിശ്വാസം ദൈവത്തിന്റെ വചനത്താലും വചനം കേൾവിയാലും വരുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവി എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തെ ജനിപ്പിക്കാനിടയായിത്തീരുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മുടെ ആ പുറമേ ഉള്ള ചെവിയെ കേൾക്കുന്നതല്ല, നമ്മുടെ ആന്തരിക ചെവിയിൽ അകത്ത് ഒരു കേൾവി. അതൊരു ഓഡിയബിൾ വോയിസ് ആകുകയല്ല, പക്ഷെ ഒരു ഇംപ്രഷൻ. ഇറ്റ് ഈസ് ലീവിങ് എൻ ഇംപ്രഷൻ. ഇതാണ് ദൈവഗീതം എന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ തരികയും ആ ബോധ്യത്തെ നമ്മൾ അത് കേൾക്കുന്ന വഴി നമ്മുടെ വിശ്വാസം അതിന് സറണ്ടർ ചെയ്ത് കൊടുക്കുന്ന കഴിയുമ്പോൾ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ സ്ട്രോങ് ആയി വരുമ്പോഴാണ് നമ്മുടെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത് ഉറപ്പാണല്ലോ. അങ്ങനെയുള്ളവരോടൊക്കെ നമുക്ക് തിരിച്ച് നന്നായി പ്രതികരിക്കാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ ആദ്യം വളരെ വിമിഷ്ടമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ അവരങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻ്റെ മനസ്സിൽ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് മാറി. അപ്പൊ അത് 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 അതൊരു വിഷയമല്ല തൈമർ. കാരണം ഇതെന്റെ ജീവിതത്തിന്റെ പാർട്ടാണ്. എൻ്റെ വിളിയുടെ ഒരു ഭാഗമാണ് അത്, ഈ അന്യായം സഹിക്കുക എന്നൊക്കെ പറയുന്നത്. പിന്നെ അന്യായം സഹിക്കുന്നതിനെ കുറിച്ച് പത്രോസ് പറഞ്ഞായിരുന്നു, ദുഷ്ടന്മാർക്ക് അല്ല, പിന്നെ നല്ലവർക്ക് മാത്രമല്ല മൂർഖന്മാർക്ക് പോലും കീഴടങ്ങിയിരിക്കും. ഈ യജമാന്മാരെ ദാസനെയും കുറിച്ച് പറഞ്ഞ ഭാഗത്താണ് അത് പറയുന്നത്. അത് 1 പത്രോസ് 3 അത് കാണുന്നത്. 3:14 വരുമ്പോഴത്തേക്കും പറയാണ്, നീ ക്രിസ്തുവിനെ കർത്താവായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശദീകരിപ്പിൻ. അപ്പൊ ക്രിസ്തുവായിട്ട് വിശദീകരിക്കുന്നതും കർത്താവായിട്ട് വിശദീകരിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ സെറ്റപ്പാർട്ട് ചെയ്യുക, വേർതിരിപ്പീൻ. അതെ, വേർതിരിപ്പീൻ. അപ്പം കർത്താവും ക്രിസ്തുവും തമ്മിൽ എന്നാ വ്യത്യാസം എന്ന് വെച്ചാൽ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കുന്നവൻ എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുകയൊക്കെ ചെയ്തു, കർത്താവായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. സോറി, യേശുവിനെ കർത്താവ് രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അപ്പൊ ക്രിസ്തുവിൻ്റെതായി ഞാനും തീർന്നു, ക്രിസ്തു എനിക്കുള്ളവനാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ കർത്താവായിട്ട് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തെയും അതിൻ്റെ ഉൾപ്പെട്ട വ്യക്തികളെയും കർത്താവാണ് നിയന്ത്രിക്കുന്നത്, ക്രിസ്തുവാണ് നിയന്ത്രിക്കുന്നത് എന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറയുക. സെറ്റപ്പാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക. അതങ്ങനെയാണെന്ന് നമ്മൾ ബാക്കിയൊന്നുമല്ല കാര്യം, ക്രിസ്തുവാണ് ഇപ്പം അതിനെ നിയന്ത്രിച്ചത്, ആ വ്യക്തിയെ നിയന്ത്രിച്ചത്. ഇപ്പം എന്നോട് എൻ്റെ മുകളിലുണ്ടായിരുന്ന അദ്ദേഹം എൻ്റെ ബോസൊന്നും അല്ല, പുള്ളിക്കാരൻ എന്നെക്കാൾ എത്ര ജൂനിയറായിട്ട് വന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ അങ്ങനെ റിയാക്ട് ചെയ്തത്. അപ്പം ആ വ്യക്തിയോട് എനിക്ക് കർത്താവാണ് അതെന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ബോധ്യം വന്നിരുന്നെങ്കിൽ എനിക്ക് ഒരുപക്ഷെ ജ്ഞാനത്തോടെ പെരുമാറാൻ കഴിയുമായിരുന്നു. അപ്പോൾ കർത്താവായിട്ട് അംഗീകരിക്കുക. ഇനിയിപ്പോൾ അത് കഴിഞ്ഞു പോയി ഇനി എന്ത് ചെയ്യണം? കർത്താവായിട്ട് അംഗീകരിച്ച് വീണ്ടും അത് ഏറ്റുപറയുകയും ചെയ്യുക. അപ്പം കർത്താവ് അടുത്ത പ്രാവശ്യത്തേക്കുള്ള കൃപ എൻ്റെ ജീവിതത്തിൽ നേരത്തെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. വേറൊരു കാര്യമുള്ളത്, ചിന്താമണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ പരിശീലിപ്പിക്കുക. പ്രോവർബ് 4:23 പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ കാത്തുകൊള്ളുക, ജീവന്റെ ഉറവിടം അവിടെ നിന്നല്ലോ. അപ്പം ഹൃദയത്തെ സകല ജാഗ്രതയോടെയും കൂടെ കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടേക്ക് കയറി വരുന്ന ചിന്തകളെയൊക്കെ സൂക്ഷിക്കുക.
അതിൽ വരുന്ന അവിടെ ഏത് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരാതിരിക്കത്തില്ല. പണ്ട് ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞതുപോലെ, ആകാശത്തിലൂടെ പക്ഷികൾ പറന്നു പോകുന്നത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, പക്ഷെ എൻ്റെ തലയിൽ ഒരു കൂട് വെക്കുന്നത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ ചിന്തകൾ ഫ്ലാഷ് ആയിട്ട് ഇങ്ങനെ വന്നു പോകും. ഞാൻ ടെംപ്റ്റഡ് ടു തിങ്ക് ഈവിൾ, അവരെ കുറിച്ച് എനിക്ക് തെറ്റായിട്ട് ചിന്തിക്കാനും അതിന്റെ പിന്നിൽ ഇങ്ങനെ ഈ ഒരു ഉദ്ദേശത്തോടെ ചെയ്തത്, നിനക്കൊക്കെ എന്താ അറിയാം, എനിക്കറിയാം അയാളെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറില്ല ചിലപ്പോൾ. അയാളെ എനിക്കറിയാം, അയാൾ അങ്ങനെ ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വി റെഫ്യൂസ് ടു റിന്യൂ അവർ മൈൻഡ്. അപ്പൊ അവിടെ നമ്മുടെ മനസ്സിനെ നമ്മൾ അങ്ങനെ തെറ്റായിട്ട് ചിന്തിക്കുമ്പോൾ അത് കൂടുവെക്കാൻ അനുവദിക്കുക പിശാചിന്. അത് വരാതെ കണ്ട് ചിന്തകൾ അതങ്ങനെ ഇങ്ങോട്ട് വന്നത് അങ്ങ് ഫ്ലാഷിൽ തെറ്റായിട്ട് ചിന്തിക്കാൻ തോന്നിയെങ്കിൽ തന്നെ അതങ്ങ് തട്ടിക്കളഞ്ഞേക്കാം. അവിടെ നിന്ന് സ്റ്റേ ചെയ്യരുത്, അവിടെ നിൽക്കാൻ അനുവദിക്കരുത്. നിന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ യാ ഇപ്പം മീൻ കുറേ നേരം കൈ പിടിച്ച് കഴിഞ്ഞാൽ കൈ മുഴുവൻ നാറാൻ തുടങ്ങും. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് തോണ്ടിയും കിട്ടി കഴിഞ്ഞാൽ ഇച്ചിരിയേ വരത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ കൂടുതൽ സമയം നമ്മുടെ ഉള്ളിൽ ഈ ചിന്തകൾ നിന്ന് കഴിഞ്ഞാൽ അതെന്നെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതൊരു നാറ്റം പിന്നെ പുറപ്പെടുവിക്കാനിടയായി തീരും ഒരു സാഹചര്യങ്ങളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞത്, ചിന്താമണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പഠിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധപൂർവമായിട്ട് ചെയ്യണം. അപ്പൊ അതെന്ന് വെച്ചാൽ ഈ കുരുവ് വരുമ്പോൾ ആട്ടിപ്പായിക്കാൻ നമുക്ക് പറ്റുമല്ലോ, അങ്ങനെ ആട്ടിപ്പായിക്കുക. അപ്പം ചീത്തയായിട്ടുള്ളതൊന്നും അവിടെ ഇല്ല, അവിടെ മലിനമായ ചിന്തകളില്ല. ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ചിന്തകൾക്ക് നമ്മളെ സൂചിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പാപത്തിന്റെ തൽക്കാല സുഖത്തേക്കാൾ മോശ ദൈവമക്കളുടെ കൂടെയുള്ള അത് കഷ്ടം തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത്. അവിടെ അതായത് പാപത്തിന്റെ ഒരു തൽക്കാല ഭോഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതൊരു പാപത്തിനും ഒരു സുഖമുണ്ട്, നിരാശപ്പെട്ടിരിക്കുന്നതിലും ഒരു സുഖമുണ്ട്. ഞാൻ ഈ ഡിസ്കറേജ്മെന്റിൽ കുറച്ച് നാൾ തുടരുന്നതിന്റെ കാരണം എന്താ, അതിനും ഒരു സുഖമുണ്ട്. എന്നെ തന്നെ ഇങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു സുഖമുണ്ട്. ഞാനൊന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അയ്യോ പാവം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിലും ഒരു സുഖമുണ്ട്. ഇത് അവിടെ അതല്ല, അത് ദൈവത്തിൽപ്പെട്ടതല്ല. ദൈവത്തിൽ എന്താ, വീണ് കിടന്ന ഇപ്പൊ നമ്മളൊരു കൊച്ചു ചെറിയ പിള്ളേരുണ്ട്, വീണ് കിടന്നു കഴിഞ്ഞിട്ട് ഒന്ന് കരഞ്ഞ അമ്മയൊക്കെ വന്നൊന്ന് എടുത്തെങ്കിലേ അവർക്ക് എഴുന്നേക്കാൻ പറ്റുള്ളൂ. ശരിക്കൊന്ന് പൊങ്ങാനുള്ളതേ ഉള്ളൂ, വലിയ വീഴ്ചയൊന്നും അല്ല വീണത്, പക്ഷെ ആ അമ്മ എടുക്കുന്നതിലുള്ള ഒരു 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 ഇഷ്ടം. അതുപോലെ നമ്മുടെ ഉള്ളിലും ചില ഇഷ്ടങ്ങളോടുള്ള ബന്ധത്തിലാണ് വീഴ്ചയിൽ അങ്ങനെ കിടന്നങ്ങ് ഉരുളുന്നത്. അപ്പൊ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് വർദ്ധിച്ചു വരണം. അതുകൊണ്ട് നമ്മൾ ഓടി അങ്ങ് ചെന്നു കഴിഞ്ഞാൽ ദൈവത്തെ കുറിച്ചൊന്നും, ഓരോ ദിവസവും നമുക്ക് ദൈവത്തിലെ പരിജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് ആ ദിവസത്തിൽ നേരിടുന്ന കഷ്ടങ്ങൾ, അതായത് കഷ്ടമല്ല, പരീക്ഷകൾ. യേശു പറഞ്ഞല്ലോ, പ്രാർത്ഥന, ആ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ പറഞ്ഞല്ലോ, ഓരോ ദിവസത്തിനും അതിൻ്റെതായിരിക്കുന്ന ഒരു ദോഷമുണ്ട്. ആ ദോഷം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം വച്ചിരിക്കുന്നത്. അതൊന്നും ഇല്ലാത്തൊരു ജീവിതം പറ്റിയല്ല. അപ്പൊ ഒരു നിശ്ചിത അളവിലുള്ള ഒരു കഷ്ടം, ഒരു പരീക്ഷ കടന്നുപോയി ജയിക്കണം ദൈവം നമുക്ക് വേണ്ടി ഒരു സിലബസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എന്തായാലും വേണ്ടാന്ന് പറഞ്ഞാലും അത് നമ്മുടെ ലൈഫിൽ ഉണ്ട്. അതിനുവേണ്ടിയുള്ള ചരിത്രം നമ്മൾ ഫേസ് ചെയ്തേ മതിയാവുള്ളൂ. ഈ കഷ്ടങ്ങളിൽ ജ്ഞാനത്തോടെ അത് അതിനെ ഫേസ് ചെയ്യുക. പരിശുദ്ധാത്മാവ് ആന്തരികമായിട്ട് തരുന്നൊരു ജ്ഞാനത്തിൽ അതിനെ ഫേസ് ചെയ്ത് വിവേകത്തോടെ പെരുമാറി സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവന്റെയും സമൃദ്ധിയിലേക്ക് നമ്മൾ പ്രവേശിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അതിന് ഈ ചിന്താമണ്ഡലം കീഴ്പ്പെടുത്തി കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുക എൻ്റെ ചിന്താമണ്ഡലം അങ്ങനെയൊന്നും പെട്ടെന്ന് കീഴ്പ്പെടുന്നതല്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് 1000 മൈല് നടക്കണമെങ്കിലും, ഒരു ചൈനീസ് പഴഞ്ചൊല്ലാണ്, 1000 മൈല് നടക്കണമെങ്കിലും നിങ്ങൾ ഒരടി വെച്ച് തുടങ്ങിയാലേ പറ്റുള്ളൂ എന്നാണ്. ഒറ്റയടിക്ക് നമുക്ക് 1000 മൈൽ കവർ ചെയ്യാൻ പറ്റിയാൽ അത്ര വലിയ കാലം നമുക്കില്ല. ഓക്കെ, സാരമില്ല. ഒരടി വെക്കാൻ പറ്റുന്ന കാലം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരടി വെച്ച് തുടങ്ങും. അങ്ങനെ തുടങ്ങുമ്പോൾ ദൈവം ബാക്കി കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ക്രിസ്ത്യ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ. അപ്പൊ ക്രിസ്തുവിന്റെ സാക്ഷ്യം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മളിൽ ഉറപ്പായി വരണം. ഒരു വചനം ഇങ്ങനെ എഴുതുമ്പോൾ ബ്രദറെ അത് കറക്റ്റ്, അങ്ങനെ പറഞ്ഞ ദൈവം പറഞ്ഞത് നമ്മൾ ഉപേക്ഷിക്കത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശ്വസ്തനാണ് പരീക്ഷയുടെ സമയത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പോടെ പറയാൻ പറ്റണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിന്റെ സാക്ഷ്യം നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായി വരണം. അത് വരാനായിട്ട് ഉള്ള ദൈവകൃപ നമുക്ക് കിട്ടിയെന്ന് ആണ് കൊരിന്ത്യയിലെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ദൈവകൃപ ഇനി നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ
എല്ലാ സാഹചര്യങ്ങളിലും താഴണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ തരുന്നതായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും അവന്റെ സ്വരത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കീഴ്പ്പെട്ടു പോകണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും താഴ്മയുടെ വഴി തിരഞ്ഞെടുക്കുക. അതുവഴി നമുക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. പിന്നെ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാനായിട്ട് നമ്മുടെ ചെവികളെ പരിശീലിപ്പിക്കണം. ക്രിസ്തുവിനെ കർത്താവായിട്ട് വിശദീകരിക്കണം. ഒരു സാഹചര്യത്തിന്റെ യേശുവാണത് അനുവദിച്ചത്. ദൈവത്തിന്റെ കർത്തൃത്വത്തിലാണ് പരിപൂർണമായിട്ട് നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയം പെട്ടെന്ന് സ്വസ്ഥതയിലേക്ക് വരും. നമ്മൾ ഈ സ്വന്തം ശക്തി കൊണ്ട് മൽപ്പിടിച്ച് നമ്മുടേതായിരിക്കുന്ന എന്തോ ഒന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയല്ല. കർത്താവല്ല നിയന്ത്രിക്കുന്നത്. പിന്നെന്തിനാ നമ്മളെക്കാളും നല്ല ഒരാള് നിയന്ത്രിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും കഴിവുള്ളവനായിട്ട് കൂടെയുള്ള പിന്നെ ഞാനെന്തിനായി വെറുതെ പോരാടി എൻ്റെ സമാധാനവും സ്വസ്ഥതയും കളയുന്നത്? ആ വഴി അല്ലല്ലോ യേശുവിന്റെ വഴി. പിന്നെ ചിന്താമണ്ഡലങ്ങളെ നിയന്ത്രിക്കുക. അപ്പൊ ഇങ്ങനെ കർത്താവിന്റെ സാക്ഷ്യം നമ്മുടെ ഹൃദയത്തിൽ അധികമധികമായിട്ട് പെരുകി വരുവാൻ ഇടയാക്കട്ടെ. ദൈവം അതിനെ നമ്മളെല്ലാരെയും സഹായിക്കട്ടെ. കരുണാസമ്പന്നനായ സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ അങ്ങയുടെ മക്കളായിട്ട് തീരുവാൻ എത്ര വലിയ സ്നേഹമാണ് ഞങ്ങളോട് അങ്ങ് കാണിച്ചിരിക്കുന്നത്. അങ്ങേ അന്വേഷിക്കാതെയും ഞങ്ങളുടേതായ വഴികളിലും അഥവാ ഞങ്ങൾ അല്പം താല്പര്യപ്പെട്ടെങ്കിലും വളരെ ഷാലമായ രീതിയിലാണ് ഞങ്ങൾ അങ്ങേ അന്വേഷിച്ചത്. എന്നിട്ടും മഹാകരുണയും ദീർഘക്ഷമയും മഹാമനസ്സലിവുമുള്ള ദൈവം ഇത്ര മഹത്വമേറിയതായിരിക്കുന്ന ആത്മീയ സത്യങ്ങളിലേക്കും ജീവന്റെ സമൃദ്ധിയുടെ അനുഭവങ്ങളിലേക്കും വളരെ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന ആത്മീയ ആഹാരത്തിന്റെ അടുത്തിലേക്കും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ആ വലിയ കരുണയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഇത് ജീവിതത്തിൽ അനുഭവമാക്കാൻ ഈ ലോകത്തിൽ നിന്ന് മാത്രമേ കഴിയുകയുള്ളൂ. ഇവിടെ ഞങ്ങൾ എത്രത്തോളം ആത്മീയരായോ അത്രത്തോളം മാത്രമേ അവിടെയും ആത്മീയരാകാനായിട്ട് ഞങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ അത്രത്തോളമേ ആ ജീവനെ ഞങ്ങൾക്ക് ഇൻഹെറിറ്റഡ് ആയി തീരുകയുള്ളൂ. ആകയാൽ കർത്താവെ, ഞങ്ങൾ ഇന്ന് കേട്ട ഈ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിന് വേണ്ടി ഇനി ഒരു ഒരു അവസരം പോലും പാഴാക്കാതെ ബുദ്ധിയോടെ പ്രവർത്തിച്ചുകൊണ്ട് ഈ തന്ന സമയത്തെ തക്കത്തിൽ ഉപയോഗിപ്പാൻ ഞങ്ങൾക്കുള്ള ശേഷിച്ചിരിക്കുന്ന സമയവും ആയുസ്സും തക്കത്തിൽ ഉപയോഗിച്ച് ജീവിക്കാനായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേക്കായിട്ട് തരുന്നു. അങ്ങയുടെ കൈകളിൽ മെനയപ്പെടാനും ഉടഞ്ഞ് ഇല്ലാതെയായി തീരുവാനും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ആ തേജസ് കാണാൻ സഹായിക്കണമേ. അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെ ജീവിച്ചിരിക്കില്ല. പിന്നെ ഞങ്ങളുടെ പഴയ സ്വഭാവം അതിൻ്റെ പ്രൗഢിയോടെ എഴുന്നേൽക്കുകയില്ല. അങ്ങനെയുള്ളൊരു കാഴ്ച ഞങ്ങൾക്ക് തരണേ. ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ വചനത്തിലൂടെ അങ്ങേ കാണുവാൻ സഹായിക്കണമേ കർത്താവെ. അവൻ ആ ദൈവത്തിൻ്റെ പ്രതിമയായി സ്വരൂപമായി ഇംപ്രിന്റഡ് ഇമേജ് ആയിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു എന്നല്ല, കുറച്ചുപേരെ അത് കണ്ടുള്ളൂ. അതുപോലെ കർത്താവെ, ഞങ്ങളും വചനം വായിക്കുന്നുണ്ട്. പക്ഷെ ആ ക്രിസ്തുവിൽ കൂടെ ദൈവത്തിന്റെ എല്ലാ സ്വഭാവത്തെയും കാണുവാൻ തക്കോണം ക്രിസ്തുവിനെ അറിയുന്ന വഴി അത് സാധിക്കുകയുള്ളൂ. ആ ഒരു അറിവിലേക്ക്, ഒരു ആന്തരിക അറിവിലേക്ക് ഞങ്ങളെ നയിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്നു വരുവാൻ തക്കോണം അടിയങ്ങളെല്ലാം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ അതിനായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ.